ഇനി മുതൽ യൂട്യൂബിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷനിലും ലഭ്യമായിരുന്ന ലൂപ്പ് എന്ന ഫീച്ചർ ആൻഡ്രോയിഡ് മൊബൈലിലും ലഭ്യമായി തുടങ്ങും. മ്യൂസിക് ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്ന ലൂപ്പ് വീഡിയോ എന്ന ഈ പുതിയ ഫീച്ചറിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. നമസ്കാരം, വിസി വൈബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഒരേ മ്യൂസിക്കൽ ആൽബം വീഡിയോ അല്ലെങ്കിൽ മ്യൂസിക് റിപ്പീറ്റായി കേൾക്കാനാണ് ലൂപ്പ് ഫീച്ചർ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത്. ലൂപ്പ് വീഡിയോ ഫീച്ചർ ഇപ്പോൾ ടെസ്റ്റിങ്ങിലാണ്. ചില യൂസേഴ്സിന് ഇത് നൽകിയിട്ടുണ്ട്. ലൂപ്പ് വീഡിയോ ഫീച്ചർ എങ്ങനെയാണ് ഒരു യൂസർ ഉപയോഗിക്കുക, എത്ര നേരം ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങിയവ യൂട്യൂബ് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡെസ്ക്ടോപ്പ് വെർഷനിലെ ലൂപ്പ് ഫീച്ചർ പരിചയപ്പെടാം. ഇതിനായി ഞാൻ MV പ്രഭാത് മ്യൂസിഷ്യൻ എന്ന ചാനലിലെ പൂച്ചൽ ഖാദർ മാഷ് എഴുതിയ ഡോക്ടർ രശ്മി മധു ആലപിച്ച വളരെ മനോഹരമായ ഒരു റൊമാൻറ്റിക് വീഡിയോ ആൽബം ഓപ്പൺ ചെയ്യുകയാണ്. ലൂപ്പ് ഫീച്ചർ എനേബിൾ ചെയ്യാൻ വീഡിയോ സ്ക്രീനിൽ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന മെനുവിൽ നിന്ന് ലൂപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ടിക്ക് വന്നതായി കാണാം. ഇനി ലൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പാട്ട് റിപ്പീറ്റായി പ്ലേ ആകുന്നതായി നമുക്ക് കാണാം. അതിനർത്ഥം ലൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇങ്ങനെയാണ് ലൂപ്പ് ഫീച്ചർ കമ്പ്യൂട്ടറിൽ എനേബിൾ ചെയ്യുന്നത്. ലൂപ്പ് വീഡിയോ ഫീച്ചർ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിച്ചിട്ടുണ്ടോ എന്നറിയാൻ വീഡിയോ ഓപ്പൺ ചെയ്ത് മുകളിലുള്ള വെർട്ടിക്കൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ലൂപ്പ് വീഡിയോ ഫീച്ചർ നിങ്ങളുടെ യൂട്യൂബ് ആപ്പിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇമേജ് പോലെ നിങ്ങളുടെ മൊബൈലിലും കാണാം. ഇല്ലെങ്കിൽ യൂട്യൂബ് ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഉടനെ എല്ലാവർക്കും ഈ അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. ലൂപ്പ് വീഡിയോ ഫീച്ചർ എനേബിൾ ആയത് എൻ്റെ മൊബൈലിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് കാണിക്കാം. പാട്ട് റിപ്പീറ്റായി പ്ലേ ആകുന്നതായി നമുക്ക് കാണാം. ഇതിനു മുമ്പ് നിങ്ങൾ ലൂപ്പ് എന്ന ഫീച്ചർ ഡെസ്ക്ടോപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഏതൊക്കെ വീഡിയോകൾ കാണാനാണ് നിങ്ങൾ ഈ ഫീച്ചർ ഉപയോഗിച്ചത്? നിങ്ങളുടെ മൊബൈലിൽ ഈ ഫീച്ചർ ലഭ്യമായിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. യൂട്യൂബ് അപ്ഡേറ്റ്സുകളെക്കുറിച്ചുള്ള പുതിയ വാർത്തകളുമായി വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ ശ്രീകുമാർ സൈനിങ് ഓഫ്.